യേശുക്രിസ്തുവിന്റെ മരണം ഒരു അപകട മരണമല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു കുലപാതകമല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. ഇന്ന് ലോകം മുഴുവൻ യേശു കർത്താവിന്റെ കാൽവറി മരണത്തെ, ക്രൂശ് മരണത്തെ ഓർക്കുന്ന ദിവസമാണ്. എല്ലാ വിഭാഗങ്ങളിലുള്ളവരും, എല്ലാ സമുദായങ്ങളിലുള്ളവരും, ജാതി മതഭേദമന്യേ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. പലയിടത്തും ഇന്ന് അവധി ദിവസമാണ്. എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത? പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തടിക്കഷ്ണമല്ല. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കർമാചാരങ്ങളല്ല. ആ ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വിമോചനമില്ല. ആ ക്രൂശിനെ മറന്നുകൊണ്ട് നമുക്ക് വിടുതലില്ല. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകമായ ഒരു വിടുതൽ തരുന്നത് കൊണ്ടോ, പ്രത്യേകമായ ചില സൗഖ്യങ്ങൾ തരുന്നത് കൊണ്ടോ അല്ല. എനിക്കായി മരിച്ച കർത്താവേ, ഞാൻ നിനക്കായി ജീവിക്കും. എനിക്കായി മരിച്ച യേശുവേ, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും. ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ കർത്താവേ, എന്നെ നീതീകരിച്ച ദൈവമേ, ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ജീവനെ നൽകി എന്നെ നീതീകരിച്ചവനായ കർത്താവേ, ഇന്ന് ഗുഡ് ഫ്രൈഡേ ആണ്. നല്ല വെള്ളിയാഴ്ചയാണ്. ദുഃഖ വെള്ളിയാഴ്ചയെന്ന് നാം പറയുന്നതിൻ്റെ കാരണം യേശു കർത്താവ് അനുഭവിച്ച കഷ്ടതകളും പങ്കപ്പാടുകളും പീഡകളും ഓർത്തിട്ടാണ്. പക്ഷേ നമ്മുടെ പാപത്തിൻ്റെ വിമോചനത്തിനായി, നമ്മുടെ ശാപവിമോചനത്തിനായി, സൗഖ്യത്തിനായി, വീണ്ടെടുപ്പിനായി, നിത്യജീവനായിട്ട് യേശു കർത്താവ് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകുമ്പോൾ, അന്ന് വാസ്തവത്തിൽ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖവെള്ളി അല്ലായിരുന്നു, അതൊരു നല്ല വെള്ളിയാഴ്ചയായിരുന്നു. എന്താണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത? എന്താണ് ഈ ദിനത്തിൽ നാം പ്രത്യേകാൽ ഓർക്കേണ്ടത്? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ 1-2 വാക്കുകളുണ്ട്. ഇത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനമാണ്. യേശു ക്രിസ്തു എന്ന ദൈവത്തിന്റെ പുത്രൻ, തൻ്റെ ഏകജാതനായ പുത്രൻ, വേഷത്തിൽ മനുഷ്യനായി ഈ താണഭൂമിയിലേക്ക് വന്നത്, 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചത്, തിരുവായി മൊഴിഞ്ഞ് വചനങ്ങളെ പ്രസ്താവിച്ചത്, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് ഒരു പ്രത്യേക വിഭാഗത്തിനോ മതത്തിനോ വ്യക്തിക്കോ വേണ്ടിയല്ല. പ്രസ്തുത മാനവകുലത്തിന്റെ, മനുഷ്യകുലത്തിന്റെ, നിങ്ങളുടെ, എൻ്റെ വിമോചനത്തിനും വീണ്ടെടുപ്പിനും നിത്യമായ രക്ഷയ്ക്കും നിത്യജീവനും വേണ്ടിയിട്ടാണ്. ഇവിടെ അതുകൊണ്ടാണ് 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും നിർണയിച്ചിരിക്കുന്നു. ഇവിടെ 2 പദങ്ങൾ കാണാം. എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവൻ, മനുഷ്യർക്ക് വേണ്ടി, തങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവൻ. ഇവിടെ എന്താണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്? ആ വ്യക്തിയുടെ പേര് ഇവിടില്ല. ആരാണ് ഇവിടെ എല്ലാവർക്കും വേണ്ടി മരിച്ചത്? ആ വ്യക്തിയുടെ പേര് ഇവിടെ എഴുതിയിട്ടില്ല. അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിക്കുന്നു, പക്ഷെ ആ പേര് ഇവിടെ എഴുതിയിട്ടില്ല. ആരാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചത്? പേരിവിടെ എഴുതണ്ട. ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി മരിച്ചത് ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു അപകട മരണമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു കുലപാതകമല്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയല്ല. യേശു ക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്, അല്ലെങ്കിൽ ഒരു പകര മരണമാണ്. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്കായി മരിച്ചു.
ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അപ്പോൾ ആ വാക്കിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്, ഒരു പകരമരണമാണ്. നമുക്ക് വേണ്ടി ക്രിസ്തു യാഗമായി. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നാം ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്, ചിന്തിക്കേണ്ടത് ഈ സത്യമാണ്. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് വേണ്ടിയോ, ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയോ, ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയോ, ഒരു പ്രത്യേക മതത്തിനോ വിഭാഗത്തിനോ വേണ്ടിയോ അല്ല യേശു പകരമരണം ഏറ്റെടുത്തത്, പ്രായശ്ചിത്ത മരണം സ്വീകരിച്ചത്. സകലർക്കും വേണ്ടി, സകല ലോകത്തിനും വേണ്ടി, സർവ്വലോകത്തിനും വേണ്ടി, സകല മനുഷ്യർക്കും വേണ്ടി. എബ്രായർ 2:17 വായിക്കുന്നു, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനാകുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനൊരു ചോദ്യം മനസ്സിലുണ്ടാകാം, എന്തിനായി യേശു ക്രൂശിൽ മരിച്ചു? ഇന്ന് ലോകം മുഴുവൻ യേശു കർത്താവിന്റെ കാൽവറി മരണത്തെ, ക്രൂശ് മരണത്തെ ഓർക്കുന്ന ദിവസമാണ്. എല്ലാ വിഭാഗങ്ങളിലുള്ളവരും, എല്ലാ സമുദായങ്ങളിലുള്ളവരും, ജാതി മതഭേദമന്യേ ഈ ദിവസത്തിന് വലിയ പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. പലയിടത്തും ഇന്ന് അവധി ദിവസമാണ്. എന്താണ് ഈ ദിനത്തിന്റെ പ്രത്യേകത? പ്രത്യേകത മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തടിക്കഷ്ണമല്ല. പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കർമാചാരങ്ങളല്ല. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രൂശിൽ നടന്ന പ്രവൃത്തികളാണ്. ആ ക്രൂശ് എടുത്തവനാണ് ഈ ദിവസത്തെ വ്യത്യസ്തമാക്കി മാറ്റിയത്. നിങ്ങൾക്കറിയുമോ, ശാപത്തിന്റെ അടയാളമായ കുരിശ്, പാപത്തിന്റെ അടയാളമായ കുരിശ്, യഹൂദന്മാർ ആ കാലഘട്ടങ്ങളിൽ ക്രിമിനലുകളെ, വളരെ വലിയ തെറ്റുകൾ ചെയ്തവരെ, കുലപാതകങ്ങൾ നടത്തിയവരെ, സഹിക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തവരെ, അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം എന്ന് പറയുന്നത്. പാപത്തിന്റെയും ശാപത്തിന്റെയും തകർച്ചയുടെയും അപമാനത്തിന്റെയും അടയാളമായ കുരിശ് എന്തിനു വേണ്ടി യേശു എടുത്തു? ഒരു തെറ്റും ചെയ്യാത്ത ദൈവപുത്രൻ അത് സ്വീകരിച്ചു. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾ അനുഗ്രഹമാകാൻ വേണ്ടി, നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി. ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, മരത്തിന്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി. ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്ന നമ്മെ വിലയ്ക്ക് വാങ്ങി അബ്രഹാമി അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികളുടെ മേൽ വരേണ്ടതിന് തന്നെ. കൊലോസ്യർ 2:14 പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് അതിനെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ സാധ്യമായി തീർന്നത്? ക്രൂശിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇവിടെ പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. അതെ, ആ ഫർഗീവ്നെസ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ക്ഷമ, പാപക്ഷമ നമുക്ക് ലഭ്യമായി തീരുന്നത് യേശു ക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ, ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കുമ്പോഴാണ്. പ്രിയരെ, ആ ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് വിമോചനമില്ല. ആ ക്രൂശിനെ മറന്നുകൊണ്ട് നമുക്ക് വിടുതലില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണ്. ദൈവത്തിന്റെ വചനത്തെയും പൗലോസ് കമ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നിങ്ങൾക്കോ ദൈവശക്തിയുമാകുന്നു. ക്രൂശിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ക്രൂശിനെ ഒഴിവാക്കിക്കൊണ്ട് തിരുവെഴുത്തുകളിൽ ഒരു അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കുവാൻ കഴിയുകയില്ല. ഈ ദിനത്തെ മറന്നുകൊണ്ട്, യേശുവിന്റെ കാൽവറി മരണത്തെ മറന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് നിത്യജീവൻ സ്വീകരിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കഴിയുകയില്ല. യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് മറ്റൊന്നിനു വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് അതിനെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു.
ആ വാക്യത്തിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? നമുക്ക് വിരോധമായി എഴുതിയിരുന്ന ആ കടപ്പത്രത്തെ യേശു കർത്താവ് തന്റെ തങ്ക ചോരയാൽ, പരിശുദ്ധ രക്തത്താൽ മായ്ച്ചു കളഞ്ഞു. നമ്മുടെ പാപങ്ങളെ മറയ്ക്കുകയല്ല, മായ്ച്ചു കളഞ്ഞു. ബിക്കോസ് ഓഫ് ജീസസ് ഡെത്ത് cancel the legal demands of the law against us. നമുക്ക് വിരോധമായി എഴുതിയിരുന്നതായ എല്ലാ ലീഗൽ ഡിമാൻഡ്സിനെയും യേശുവിന്റെ രക്തത്താൽ വിമോചിപ്പിച്ചു. അതുകൊണ്ടാണ് റോമർ 7:9-10 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. പൗലോസ് പറയുന്നു, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു. 10ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് മരണ ഹേതുവായി തീർന്നു എന്ന് ഞാൻ കണ്ടു. അതെ, ന്യായപ്രമാണം എന്ന് പറയുന്നത് മരണകാരണമായി, മരണത്തിന് ഹേതുവായി തീർന്നുവെങ്കിൽ ആ ന്യായപ്രമാണത്തിന്റെ കടപ്പത്രത്തെ യേശു കർത്താവ് കാൽവരി ക്രൂശിലെ മരണത്താൽ മായ്ച്ച് വിമോചിപ്പിച്ച് എന്നേക്കുമായുള്ള വീണ്ടെടുപ്പും വിടുതലും നമുക്ക് നൽകി തന്നു. ഈ ദിനത്തിൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളുടെ പാപത്തിന്റെ വിമോചനത്തിനായി, നിങ്ങളുടെ ശാപവിമുക്തിക്കായി യേശു കാൽവരി ക്രൂശിൽ മരിച്ചു എന്ന് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്താൽ ഇത് നിങ്ങൾക്കും അനുഭവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, വാസ്തവമായി നാം ആ ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് പ്രകടമായ ദൈവത്തിന്റെ സ്നേഹമാണ്. ആഴമുള്ള സ്നേഹം, ജീവനെ നൽകിയ സ്നേഹം, ജീവിതത്തെ നൽകിയ സ്നേഹം. കാണാതെ പോയ ആടുകളെ തിരഞ്ഞു കണ്ടെടുക്കുവാൻ ദൈവപുത്രൻ നൽകിയ സ്നേഹം. നഷ്ടപ്പെട്ടു പോയ എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്ന് വെളിപ്പെടുത്തിയ സ്നേഹം. റോമർ 5:6, 7, 8, 9 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുവാൻ തുനിയുമായിരിക്കും, പക്ഷെ പാപിക്കും അഭക്തനും വേണ്ടി ആരും മരിക്കുവാൻ തയ്യാറാകുകയില്ല. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ക്രൂശിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്. നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനായ കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിന്റെ പാപങ്ങളെ, ശാപങ്ങളെ മാറ്റുവാൻ നിങ്ങൾക്ക് വേണ്ടി യാഗമായ ദൈവ കുഞ്ഞാടിനെയാണ് നിങ്ങൾ കാൽവരി ക്രൂശിൽ കാണുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളിൽ പറയുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുൻപേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, യേശുവിന്റെ കാൽവരി മരണത്താൽ ദൈവത്തിൽ നിന്ന് വളരെ ദൂരെയായിരുന്ന ഞാനും നിങ്ങളും ഇന്ന് ക്രിസ്തുവിനോട് സമീപസ്ഥരായി തീർന്നു. അവന്റെ അരികിൽ വരുവാനുള്ള റൈറ്റ് നമുക്ക് ലഭിച്ചു. നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തുകളെ അവൻ ക്രൂശിൽ മായിച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നെ നീതീകരിച്ച ദൈവത്തിന്റെ സ്നേഹത്തെയാണ് ഞാൻ കാൽവരി ക്രൂശിൽ കാണുന്നത്. എന്നോട് ദൈവം കാണിച്ച പാപക്ഷമയാണ് ഞാൻ കാൽവരി ക്രൂശിൽ കാണുന്നത്. എന്നെ വീണ്ടെടുക്കുവാൻ ദൈവം കൊടുത്ത തന്റെ ജീവനെയാണ് ഞാൻ കാൽവരി ക്രൂശിൽ കാണുന്നത്. ഇന്ന് ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നിങ്ങളുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുമോ? ഈ ലോകത്തിലെ ഒരു മതങ്ങൾക്കും, ഒരു മനുഷ്യനും, ഒരു വ്യക്തികൾക്കും, ഒരു സംഘടനകൾക്കും നിങ്ങളുടെ പാപത്തെ വിമോചിപ്പിക്കുവാൻ കഴിയത്തില്ല. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ പാപമില്ലാത്തവന് മാത്രമേ കഴിയുകയുള്ളൂ. കന്യകയായ മറിയത്തിന്റെ അരികിൽ ഗബ്രിയേൽ ദൂതൻ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേർ വിളിക്കണം. അവൻ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കിയാൽ അവൻ യേശു എന്ന പേർ വിളിക്കണം. യേശു പാപികളുടെ രക്ഷകനാണ്. ഏതെങ്കിലും ഒരു ഭൗതികമായ നന്മ നമുക്കവൻ തരുന്നത് കൊണ്ടല്ല അവൻ നമ്മുടെ ദൈവമായത്. വീടോ വസ്തുവോ വാഹനമോ പദവികളോ പണമോ നമുക്ക് പ്രാർത്ഥനയിൽ അവനിൽ നിന്ന് ലഭ്യമാകുന്നത് കൊണ്ടല്ല അവൻ നമ്മുടെ കർത്താവായത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പല കാര്യങ്ങളും പലർക്കും നിങ്ങൾക്ക് നൽകി തരുവാൻ കഴിയും. പക്ഷേ നിങ്ങളുടെ പാപങ്ങളെ വിമോചിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ.
അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ഈ ഭൂമിയിലേക്ക് വന്നു എന്ന വചനം വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ അത് കാരണമാകുന്നു. എല്ലാവരും യേശുവിനെ അംഗീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രത്യേകമായൊരു വിടുതൽ തരുന്നത് കൊണ്ടോ, പ്രത്യേകമായ ചില സൗഖ്യങ്ങൾ തരുന്നത് കൊണ്ടോ അല്ല. എല്ലാവരും പാപികളാണ്. പാപം എല്ലാവരിലുമുണ്ട്. ജന്മ കർമ്മ പാപങ്ങൾ. ആ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ ഇവിടുത്തെ ഒരു മരുന്നുകൾക്കും, ഇവിടുത്തെ ഒരു വൈദ്യശാസ്ത്രത്തിനും, ഒരു വ്യക്തികൾക്കും, ഒരു സംഘടനകൾക്കും ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ്. കുരുടൻ ഒരിക്കലും ഒരു കുരുടനെ വഴി കാണിക്കാൻ കഴിയുകയില്ല. വഴി അറിയാവുന്നവൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തന്നാൽ ഒരു വഴിയെ നിങ്ങൾ പഠിക്കുകയുള്ളൂ. വഴി അറിയാത്തവൻ നിങ്ങൾക്ക് വഴി പറഞ്ഞു തന്നാൽ നിങ്ങൾ പല വഴികൾ പഠിക്കേണ്ടി വരും. കുരുടനെ വഴി കാണിക്കാൻ കഴിയുകയില്ല. വഴി അറിയാത്തവന് വഴി പറഞ്ഞു കൊടുക്കാൻ കഴിയുകയില്ല. പാപിക്ക് പാപിയെ രക്ഷിപ്പാൻ കഴിയുകയില്ല. പാപമില്ലാത്തവന് മാത്രമേ പാപിയെ രക്ഷിക്കാൻ കഴിയൂ. വെളിച്ചമുള്ളവന് മാത്രമേ ഇരുട്ടിലിരിക്കുന്നവനെ സഹായിക്കുവാൻ കഴിയൂ. എന്നതുപോലെ പാപമില്ലാത്തവനായി പരിശുദ്ധനായി ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനായ യേശു ഇവിടെ ജനിച്ച് ജീവിച്ച് 33.5 വർഷം ഈ ഭൂമിയിൽ പിതാവായ ദൈവത്തെ ജീവിതം കൊണ്ട്, വചനങ്ങൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് വെളിപ്പെടുത്തിയ ദൈവമാണ്, ദൈവപുത്രനാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4:12 അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷ പ്രാപിക്കുവാൻ യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ മറ്റൊരു നാമമില്ല. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ കർത്താവിന്റെ ക്രൂശ് മരണത്തെ ഓർക്കുന്ന ഈ ദിനത്തിൽ കേവലം ഒരു ചടങ്ങായി ഈ ദിനം മാറാതെ, കേവലം ഒരു കൂട്ടം ഓർമ്മകളായി മാത്രം ഇത് അവശേഷിക്കാതെ, ഈ ദിനത്തിൽ ഒരിക്കൽ കൂടെ നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നിങ്ങളുടെ വിമോചനത്തിനായി ക്രൂശിൽ മരിച്ച, നിങ്ങളെ തകർച്ചകളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് വിമോചിപ്പിച്ച് നിങ്ങൾക്ക് നിത്യജീവൻ നൽകി തരുവാൻ ഇഹലോകത്തിലേക്ക് കടന്നു വന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്കോർക്കാം. ഓർക്കുക മാത്രമല്ല, അധരങ്ങൾ തുറന്ന് പറയാം, ഉയർത്തെഴുന്നേറ്റ യേശുവേ, എനിക്കായി മരിച്ച കർത്താവേ, ഞാൻ നിനക്കായി ജീവിക്കും. എനിക്കായി മരിച്ച യേശുവേ, ഞാൻ അങ്ങയ്ക്കായി ജീവിക്കും. ശത്രുവായിരുന്ന എന്നെ മിത്രമാക്കിയ കർത്താവേ, എന്നെ നീതീകരിച്ച ദൈവമേ, ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ജീവനെ നൽകി എന്നെ നീതീകരിച്ചവനായ കർത്താവേ, സ്നേഹത്തെ ക്രൂശിൽ പ്രകടമാക്കിയ യേശുവേ, ദൈവകുഞ്ഞാടെ, അങ്ങയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, യേശുവേ, എൻ്റെ ആത്മാവിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വായ് തുറന്ന് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ അരികിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളിലേക്ക് വരും. നിങ്ങൾ വായ് തുറന്ന് പറയുമോ? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിതനായി കിടക്കുമ്പോൾ ഒരു കള്ളൻ കർത്താവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ക്രൂശിൽ കിടന്ന ആ കള്ളനെ പോലും കൈവിടാത്ത കർത്താവ്, നീയും ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് അവന് വാഗ്ദത്തം കൊടുത്ത കർത്താവ്, നിങ്ങൾ എത്ര വലിയ പാപിയെങ്കിലും, തകർന്നവനെങ്കിലും, പരാജിതനെങ്കിലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ദൈവം നിങ്ങളെ കൈവിടുകയില്ല. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ കർത്താവേ, ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ അങ്ങയുടെ ക്രൂശിനെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രകടമായ ദൈവസ്നേഹത്തെ, കാൽവരി മരണത്തെ ഞങ്ങൾ ഓർക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ദൈവ കുഞ്ഞാടെ, ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ രക്ഷിപ്പാൻ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന വഴിയും സത്യവും ജീവനുമായ കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ഏക സത്യനിത്യതയുമായ അങ്ങേ ഈ പകലിൽ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നെന്നെ കാണുന്ന കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ സമർത്ഥമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. യേശുവിനായി ജീവിക്കുവാൻ, യേശുവിന്റെ മാതൃക പിൻപറ്റുവാൻ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ. ഈ ഗുഡ് ഫ്രൈഡേ ദിനത്തിൽ നിങ്ങൾ കേട്ട വചനങ്ങൾ കേവലം ഒരു കേൾവിയായി തീരാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതമായി പരിണമിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നാളത്തെ ദിവസം ഇതേ ചാനലിൽ ഇതേ സമയം വീണ്ടും കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ മറവിലും സർവശക്തന്റെ നിഴലിലും കീഴിലും സ്വർഗം നിങ്ങളെ മറയ്ക്കട്ടെ. I bless you in Jesus' almighty name. Amen.